ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ട്രിപ്പ് പോകുന്ന വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പോകുന്നത് മൂന്നാറിലേക്കാണ്. അപ്പം നമ്മൾ ഓൾറെഡി വാഗമൺ കഴിഞ്ഞിട്ട് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ എത്താറായിട്ടുണ്ട്. നമുക്ക് ഈ തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൂന്നാർ എത്താറായിട്ടുണ്ടെന്നുള്ളത്. പോകുന്ന വഴിക്ക് മഴയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും ഒക്കെ ആയിരുന്നു. അതിനത് ആ മൂന്നാറിൻ്റെ ആ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സിലും അങ്ങനെ ട്രിപ്പും കാര്യങ്ങളായിട്ട് സ്കൂളിൽ നിന്നായാലും അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓഫ് സീസൺ ആണെന്ന് തോന്നുന്നെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ പണി നടക്കുന്നുണ്ട്. അവിടുത്തെ റോഡിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റേതായ റഷും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോട ഇറങ്ങുന്നതും ആ മലയും നല്ല ഭംഗിയൊക്കെ ഉള്ള ഓരോ വ്യൂസൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് മഴയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നല്ല ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അതുകൊണ്ട് നല്ല തണുപ്പും അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടു പോകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ബോറടിക്കുന്നൊന്നും ഇല്ലായിരുന്നു. തേയിലത്തോട്ടമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഹാപ്പിനെസ്സാണ്. അപ്പം നമ്മൾ ആ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ കുറേ പശുക്കളൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മൾ ഇനി പോകുന്നത് ഗ്യാപ്പ് റോഡിലോട്ടാണ്. ജസ്റ്റ് ഗ്യാപ്പ് റോഡൊന്ന് പോയി കണ്ടിട്ട് വരാം. ആ ഒരു റൂട്ടിലല്ലല്ലോ വന്നത്. അപ്പം അവിടോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല വ്യൂ ആണ്. എന്ന് വെച്ചാൽ ആ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെ വരുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അങ്ങനെ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാരണം ആ ഒരു ലെയേഴ്സും പല ലെയറിലും ആ ഒരു ലൈറ്റ് അടിക്കുമ്പോൾ പല കളറിലാണ് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മനോഹാരിത. പല നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം പല പല ഏരിയസിലും പല ടൈപ്പ് ഓഫ് ഗ്രീൻ കളേഴ്സാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഈ കാണിക്കുന്നത്. റിപ്പിളിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തേയിലയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓരോരോ പ്രോഡക്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാസ് ഓയിൽ, അതുപോലെ തന്നെ ഈ ടീയുടെ തന്നിട്ട് പല ടൈപ്പിലുള്ളത്, വൈറ്റ് ടീ, അങ്ങനെ ഗ്രീൻ ടീ, അങ്ങനെ പല ഫ്ലേവേർഡായിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്നെടുത്ത് നോക്കുകയാണ്. കാരണം പലതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എടുത്ത് ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏത് വേണമെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ടീ, ഇങ്ങനെ അല്ലാതെ നോർമൽ ടീ പൗഡർ ഉണ്ടായിരുന്നു, അല്ലാതെ ലീഫി ആയിട്ടുള്ളതുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്ത്. ഹണി ഉണ്ടായിരുന്നു. ഹണിയൊക്കെ തന്നെ 2 ടൈപ്പ് ഹണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. അവിടുത്തെ ആ ഒരു ഔട്ട്ലെറ്റും പിന്നെ അവിടെയുള്ള കുറേ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതുകൊണ്ട് കുറച്ച് കോടയൊക്കെ ഇറങ്ങിയൊരു വ്യൂ ഒക്കെ ആയിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ മാട്ടുപ്പെട്ടിയിലേക്കാണ്. അപ്പം മാട്ടുപ്പെട്ടി ഡാമും, അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ റിപ്പിളിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു ടീയുടെ ഒരു എസ്റ്റേറ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഫുൾ വ്യൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കോടയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നല്ല ഗ്രീൻ കളറായിട്ടുള്ള തേയിലത്തോട്ടവും ഒക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തിയിട്ടുണ്ട്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ കുറേ സ്കൂളിലെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടൂറൊക്കെ വന്നതാണെന്ന് തോന്നുന്നു. ഡാമിൻ്റെ സൈഡിലൊന്നും നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് അങ്ങ് പോകുന്ന വഴിക്ക് എന്തായാലും നമുക്ക് വേറെ കുറേ സ്പോട്ട്സൊക്കെ കാണും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയില്ല. ഇതാണ് ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. അപ്പം നമുക്ക് പോകുമ്പോൾ എന്തായാലും വേറെ എക്കോ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഇറങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ എക്കോ പോയിൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഫുള്ള് തേയിലത്തോട്ടം തന്നെയാണുള്ളത്, വേറെ ഒന്നുമില്ല. പക്ഷേ അത് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ നമുക്ക് വലിയ ബോറും കാര്യങ്ങളൊന്നും തോന്നില്ല. അങ്ങനെ നമ്മൾ എക്കോ പോയിൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി. അവിടെ കുറേ ആൾക്കാർ ബോട്ടിങ്ങിനൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല, കാരണം
ടൈം കളഞ്ഞില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് അവിടെ എന്തോ ഫാം വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ ഇറങ്ങിയില്ല. അവിടുത്തെ കുറച്ച് വീഡിയോസും വ്യൂസും കാര്യങ്ങളൊക്കെ ആയത്. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് വട്ടവടയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈം എവിടെയും കളയുന്നില്ല. നമുക്ക് പെട്ടെന്ന് പോകണം. കാരണം അത് ഫോറസ്റ്റ് ഏരിയ ആണ്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അവിടെ പോകണമായിരുന്നു. ഇത് പിന്നെ പോകുന്ന വഴിക്ക് കണ്ടാണ് കുണ്ടള ഡാമെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചങ്ങോട്ട് നടന്ന് പോകാനും പോകുന്നിടത്തോട്ട് കുറച്ച് കുറച്ച് യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ ഉള്ളൊരു ഫോറസ്റ്റ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാണാനും ഭംഗിയും കാര്യങ്ങളും. അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിക്ക വരുന്നവരൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് കുറേ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി. കാരണം ആ ഒരു തേയിലത്തോട്ടത്തിൽ നിന്നും ഡിഫറെൻ്റായിട്ട് നമുക്ക് കുറച്ച് ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഗ്രീനറിയൊക്കെ ഇങ്ങനെ കാണുന്നത്. അപ്പം കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് ഏരിയയിലേക്ക് മാത്രമേ ഉള്ളായിരുന്നു ആ ഒരു പുല്ലൊക്കെ ഉള്ള ഒരു പ്ലേസ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫോറസ്റ്റ് ഏരിയ തന്നെ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ചെക്ക് പോസ്റ്റ് എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എവിടെ ഇറങ്ങരുത്, കാരണം ആനിമൽസൊക്കെ വരും, അതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതാണ്ട് വട്ടവട എത്താറായിട്ടുണ്ട്. അപ്പം കണ്ടാണ് ഈ ഒരു വ്യൂ. കുറേ മരങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന കാണുന്നത് നല്ല ഭംഗിയാണല്ലേ. അങ്ങനെ നമ്മൾ വട്ടവട എത്തി. അവിടെയും ഇത് ടൗൺ ആണെന്ന് തോന്നുന്നു. അവിടുന്ന് താഴോട്ടൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് അവിടെയും കുറേ ഫാമുകളും സ്ട്രോബെറി ഫാമുകൾ, ഹണിയുടെ കുറേ സംഭവം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അവിടെ അടുത്തടുത്ത് തന്നെ കുറേ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ കയറിയതാണ്. ഈ ഹണി ബീഡൊക്കെ കണ്ടപ്പം നല്ല അട്രാക്റ്റീവായിട്ടുണ്ട് കാണാൻ തന്നെ. ഹണി മ്യൂസിയം അങ്ങനെ എന്തോ, അവിടെ ഹണിയെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളും എക്സ്ട്രാക്ഷനും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയപ്പോൾ കുറേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. കാരണം ഇതൊന്നും നമ്മളങ്ങനെ എപ്പോഴും കാണുന്ന സാധനങ്ങളൊന്നും അല്ല. എനിക്ക് കണ്ടപ്പം കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. കുറേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. കുറേ സ്കൂട്ടർ, സൈക്കിൾ അങ്ങനെ കുറേ അവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണാനെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ പഴയ മോഡൽ പഴയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം കാണാനെല്ലാം നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്ക് കണ്ടപ്പം അത് നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ എല്ലാം നോക്കി കണ്ടു. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയില്ല. കാരണം ഇതൊന്നും വാങ്ങിയിട്ടും നമ്മൾ എവിടെയും കൊണ്ട് സൂക്ഷിച്ചൊന്നും വെക്കത്തൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഞാനൊന്നും വാങ്ങിയില്ല. എല്ലാം കണ്ട് ആസ്വദിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാം ഓരോന്നോരോന്നായിട്ട് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി. കാരണം ഇതൊക്കെ ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണുക. ഞാൻ മുന്നേ അങ്ങനെ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല. ഓരോ ഷേപ്പിലുള്ളതും പിന്നെ പഴയ പോലത്തെ കുറേ സാധനങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. ഈ പെട്ടിയൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഓരോ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന പോലത്തെ ഓരോ ബോക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ പെർഫ്യൂംസൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതൊക്കെ തന്നെ. അല്ലാതെ ഒരു ഹാൻഡ് മെയ്ഡായിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അതിൻ്റെ അവിടെ തന്നെ ഉള്ളൊരു ജസ്റ്റ് ഒരു ഷോപ്പ് പോലെയാണ്. അവരുടെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ പിന്നെ അവിടെ കുറേ ഫ്ലവർ ചെയ്യുന്ന കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാം അവരവിടെ തന്നെ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്, ഫ്രഷ് ആയിട്ടുള്ളതാണെന്ന്. അങ്ങനെ നമ്മളവിടുന്ന് പാഷൻ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല മധുരമായിരുന്നു. ഇത് പിന്നെ അവിടുത്തെ സ്ട്രോബെറി നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ട്രോബെറിയുടെ ചെടിയാണ്. 50 രൂപ അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മളിതതിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു ഫാം വിസിറ്റാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ചുകൂടെ കാണാൻ ഫ്ലവേഴ്സും ഭംഗിയായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് തന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ അടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ദാണ്ടെ അവിടെ ഉണ്ടായിരുന്ന
കുറേ ഫ്ലവേഴ്സും. അത് കഴിഞ്ഞിട്ട് ഇത് സ്ട്രോബെറി അവർ വളർത്തുന്നത്. അപ്പോൾ നമുക്കവിടെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇറങ്ങിയതുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സ്ട്രോബെറിയുടെ ഫാമിലൊക്കെ വരുന്നതും അത്ര അടുത്തത് കാണുന്നതൊക്കെ. അപ്പോൾ അവിടെ നിന്നപ്പോൾ കുറച്ച് ഡാലിയൊക്കെ കണ്ടു. അതും പിന്നെ ദാണ്ടേ ജമന്തി പൂവ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ ചെടികളും അവിടെ ഉണ്ട് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ അവിടെ ഇതൊക്കെ കിളിക്കുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കിളിക്കുവാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്, കാരണം ഇങ്ങനെ അടുക്കിന് നിൽക്കുമ്പം. നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാധനങ്ങളുണ്ട്. സ്ട്രോബെറിയുടെ ജാമ്, വൈന്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ ടോപ്പിലേക്ക് പോയി, ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മൾ വന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ടോപ്പിൽ തന്നെ നമുക്ക് ജസ്റ്റ് നടന്നു പോകാൻ ഒരു വാട്ടർഫോൾ ഉണ്ട്. ചെറിയൊരു വാട്ടർഫോളാണ്. പോകുന്ന വഴി വളരെ ചെറിയൊരു നരോ പോലത്തെ ഒരു വഴിയാണ്. അങ്ങനെ നമ്മളവിടെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ വലിയ മെയിനായിട്ടുള്ള സ്ട്രോബെറിയുടെ ഫാമുണ്ട്, അവിടോട്ട് പോവാണ്. എന്താണ് അത് വലിയൊരു ഏക്കർ പോലെ വലിയ സ്ഥലത്തിലായിട്ട് സ്ട്രോബെറിയുടെ ഫാം മാത്രം. അപ്പം അത് കുറച്ച് വലിയൊരു ഏരിയ ആയിരുന്നു. അവരവിടെ പല തരത്തിലായിട്ടാണ് അതിനെ വെച്ചേക്കുന്നത്. കുറേയൊക്കെ അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ സ്ട്രോബെറീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഇങ്ങനെ പച്ചയായിട്ടുള്ള സ്ട്രോബെറി നിൽക്കുന്നിടം ഉണ്ടായിരുന്നു. അത് അവർ കവറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ഇങ്ങനെ കാണാം. ഇതൊക്കെ ഈ കവർ ചെയ്ത് വെച്ചേക്കുന്നതിനകത്തെല്ലാം നല്ല പഴുത്തിട്ടുള്ള സ്ട്രോബെറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് പോയി തൊടാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അത് വേറൊരു ഏരിയ പോലെ അവർ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം, ജസ്റ്റ് വീഡിയോ എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് താണ്ടേ നല്ല പഴുത്ത സ്ട്രോബെറീസൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ കുറേയൊക്കെ ചീത്തയായിട്ടുണ്ടായിരുന്നു. എന്താ അവർ പറിക്കാത്തതെന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ കുറേ പഴുത്തിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ്. പിന്നെ കുറേയൊക്കെ പച്ചയും, എനിക്ക് തോന്നുന്നത് കിളിച്ചിങ്ങനെ പാകമായി വരുന്നതായിരിക്കും ചിലപ്പോൾ. അതായിരിക്കും അവർ കവർ ചെയ്തൊക്കെ നിർത്തിയേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഇത് പിന്നെ നമുക്ക് ഡയറക്റ്റ് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന പോലെ കുറേയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ താഴോട്ട് നിൽക്കുന്നിടത്താണ് കുറേ പച്ചയായിട്ടുള്ളത്. അവിടെ നമുക്ക് ഇറങ്ങി പോവാം, അതിൻ്റെ അടുത്ത് പോവാം, അങ്ങനെയൊക്കെ. അതുവഴി നമ്മൾ തിരിച്ച് പുറത്തേക്ക് പോകുന്ന വഴി. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറേ അതൊക്കെ ഫുള്ള് പച്ചയായിരുന്നു. പിന്നെ പൂവിട്ട് വരുന്നതും പഴുത്തൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പം ദാണ്ടേ ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടൊക്കെ നോക്കി. കണ്ടതിൻ്റെ ആ ഒരു ഇതിൽ എല്ലാം നോക്കും. കാരണം അടുത്ത് ഇത്ര ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. സ്ട്രോബെറി നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്, പക്ഷേ സ്ട്രോബെറിയുടെ ഫാമിലൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. ഇത് ഫസ്റ്റ് ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ ഫാമെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ആ മരങ്ങളുടെയൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ എനിക്ക് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്തോ കാശ്മീരൊക്കെ പോലെ തോന്നി. അങ്ങനെ തിരിച്ച് താണ്ട വീണ്ടും നമ്മൾ ആ ഗ്രീനറിയുടെ ആ സ്പേസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജേണി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മൾ തിരിച്ച് മൂന്നാർ വന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.